ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. EIPS ചമ്പക്കുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നത് സയൻസ് ലാബിൻ്റെ ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ അടുക്കളയിലെ ആസിഡുകളും ആൽക്കലികളും എന്ന പ്രവർത്തനമാണ്. അതിന് നമുക്ക് ആവശ്യമായ സാമഗ്രികൾ തയ്യാറാക്കാം. ആദ്യം ഞാനിവിടെ ലിറ്റ്മസ് പേപ്പർ അഥവാ ചെമ്പരത്തി പേപ്പർ എടുത്തിട്ടുണ്ട്. ചെമ്പരത്തിൻ്റെ പൂവ് ഇങ്ങനെ ഉരച്ചുണ്ടാക്കിയ പേപ്പറാണ്. അത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി തക്കാളി ലായനിയാണ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പഞ്ചസാര ലായനി അടുത്തതായി എടുത്തിട്ടുണ്ട്. പിന്നെ മോര്, പിന്നെ പുളിവെള്ളം എടുത്തിട്ടുണ്ട്, നാരങ്ങ നീര്, അപ്പക്കാര ലായനി, പിന്നെ വിനാഗിരി, ഉപ്പു ലായനി. ഇതെല്ലാമാണ് നമ്മൾ ഈ പ്രവർത്തനത്തിന് എടുത്തിരിക്കുന്ന സാമഗ്രികൾ. എന്നാൽ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ലിറ്റ്മസ് പേപ്പറിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം. ഇതാ ഇപ്പോൾ നമ്മൾ ലിറ്റ്മസ് പേപ്പറൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. ഇനി നമുക്ക് ഓരോ പീസ് എടുത്ത് നോക്കാം. ഒരു പീസ് എടുത്ത് നമ്മളിതാ തക്കാളി ലായനിലേക്ക് മുക്കി നോക്കുന്നു. ഇതിൻ്റെ നിറവ്യത്യാസം എന്താണെന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കണേ. നമുക്ക് നന്നായി മുക്കി നോക്കാം. ഇതാണ്ടോ ചുവപ്പ് കളർ, ഒരു റോസ് കളർ വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, നിറവ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കിതിവിടെ വയ്ക്കാം. ഇനി അടുത്ത ലിറ്റ്മസ് പേപ്പർ എടുക്കാം. അത് നമുക്ക് പഞ്ചസാര ലായനിയിലേക്ക് മുക്കി നോക്കാം. ഇതാ ഒരു നിറവ്യത്യാസവും കാണുന്നില്ല. നമുക്കിവിടെ വയ്ക്കാം. ഇനി അടുത്ത ലിറ്റ്മസ് പേപ്പർ നമുക്ക് എടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ മോര് വെള്ളത്തിലാണ് മുക്കാൻ പോകുന്നത്. മോരിലേക്ക് മുക്കി നോക്കാം. ഇതാ കണ്ടോ, നന്നായി നിറവ്യത്യാസം മനസ്സിലാവുന്നു. ഇതാണ് ആദ്യമുള്ള കളർ. ഇതാണ്ടോ ചുവപ്പ് കളർ പോലെ ഉണ്ട്. ഇതിൽ നമുക്ക് നിറവ്യത്യാസം കാണാം. അടുത്ത ലിറ്റ്മസ് പേപ്പർ എടുത്ത് നമുക്ക് പുളിവെള്ളത്തിൽ മുക്കി നോക്കാം. ഇതാ ഇതിലും നന്നായി ചുവപ്പ് കളർ എത്തിയിട്ടുണ്ട്. ഇതുണ്ടോ, നന്നായി നിറവ്യത്യാസം മനസ്സിലാവും. നമുക്ക് വീണ്ടും അടുത്ത ലിറ്റ്മസ് പേപ്പർ എടുത്ത് നാരങ്ങ നീരിൽ മുക്കി നോക്കാം. ഇതാ നന്നായി ചുവപ്പ് കളർ വന്നിട്ടുണ്ട്. ഇതാണ്ടോ. ഇനി അടുത്ത ലിറ്റ്മസ് പേപ്പർ നമുക്കെടുത്ത് അപ്പക്കാര ലായനിയിലേക്ക് മുക്കി നോക്കാം. ഇതാ നമ്മൾ മുക്കിയിട്ടൊന്നും ഒരു നിറവ്യത്യാസവും ഇതിൽ കാണുന്നില്ല. അടുത്ത ലിറ്റ്മസ് പേപ്പർ എടുത്ത് നമുക്ക് വീണ്ടും അടുത്ത വിനാഗിരിയിലേക്ക് മുക്കി നോക്കാം. ഇതാ പെട്ടെന്ന് തന്നെ ഇതാണ്ട് റോസ് കളറിലും ആയിട്ടുണ്ട്. വിനാഗിരിയിലും നിറവ്യത്യാസം കാണുന്നു. അടുത്ത ലിറ്റ്മസ് പേപ്പർ നമുക്ക് ഉപ്പു ലായനിയിലേക്ക് മുക്കി നോക്കാം. ഉപ്പു ലായനിയിൽ ഒരു നിറവ്യത്യാസവും കാണുന്നില്ല. ഇതിൽ നിറവ്യത്യാസം കണ്ടത് വിനാഗിരിയിലും നാരങ്ങ നീരിലും പുളിവെള്ളത്തിലും മോരിലും തക്കാളി ലായനിയിലുമാണ്. ഈ ലായനികളിലെല്ലാം ആസിഡ് സ്വഭാവം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ലിറ്റ്മസ് പേപ്പർ ഇതിൽ മുക്കിയപ്പോൾ ചുവപ്പ് നിറം ആയത്. ഇത് ആസിഡ് സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിറ്റ്മസ് പേപ്പർ ഓരോ ലായനികളിലും മുക്കി നോക്കുന്നത്. ഇതാ ഉപ്പ് ലായനി, അപ്പക്കാര ലായനി, പഞ്ചസാര ലായനി, ഈ 3 ലായനികളാണ് ആസിഡ് സ്വഭാവം ഇല്ലാത്തത്. അതുകൊണ്ടാണ് മുക്കിയപ്പോൾ ഒരു നിറവ്യത്യാസവും വരാതിരുന്നത്. നമ്മുടെ പ്രവർത്തനം ഇവിടെ വിജയിച്ചിരിക്കുന്നു. ഇതുപോലെ കൂട്ടുകാരും ചെയ്തു നോക്കൂ. നിങ്ങളുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ലായനിയാക്കി നമുക്ക് മുക്കി നോക്കാം. അപ്പോൾ ഏതിലാണ് ആസിഡ് സ്വഭാവമുള്ളതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരും.